ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പൊട്ടറ്റോ ടിക്ക. പൊട്ടറ്റോ കട്ലറ്റ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ പൊട്ടറ്റോയാണ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയോട് കൂടി പുഴുങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ തൊലി കളഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടി പോവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം. ബ്രെഡിന്റെ അരികുവശം ഒന്നും കളയാതാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി, പക്ഷെ കൂടുതൽ നന്നാവുക ബ്രെഡ് പൊടിച്ചെടുത്തതായിരിക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ അരിപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അപ്പൊ മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പ് ഇടാതെ ആയിരുന്നു ഞാൻ വേവിച്ചെടുത്തത്. അപ്പൊ അതിലേക്കും കൂടിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണിത്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഇനി ചെറിയ ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്, എന്നാലും അതിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം കൂടി പോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് പൊടിച്ചത് ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഫ്രൈ ചെയ്താൽ ഒരിക്കലും ശരിയാവും പോയില്ല, അത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ കൈകൊണ്ട് നന്നായി ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വെള്ളം അധികമായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പൊ ഞാനിപ്പോൾ ഇത് ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പ് ആക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾ സ്നാക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇനി എണ്ണ നന്നായി തിളച്ച് വരണം കേട്ടോ. അതിനുശേഷം വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ വെള്ളത്തിന്റെ അംശമൊക്കെ പാകത്തിനായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. നമ്മൾ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ അധികം ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. കാരണം നമ്മൾ ആൾറെഡി പൊട്ടറ്റോ വേവിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ പൊട്ടറ്റോ ഇനി വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ 2 പുറകു വശവും നന്നായിട്ടൊന്ന് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പൊ നമ്മുടെ ആലു ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രൈനറിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചെടുത്താൽ മതി. അപ്പൊ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പൊ ഈ സ്നാക്കിന്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ്. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഈ പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഉൾവശം. പുറമെ അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തത് കാരണം. അപ്പോൾ ഇത്രയും ടേസ്റ്റോട് കൂടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്